വാളയാറിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ MJ സോജന് സത്യസന്ധതാ സർട്ടിഫിക്കറ്റ് നൽകിയത് ചോദ്യം ചെയ്ത് പെൺകുട്ടികളുടെ അമ്മ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. MJ സോജന് IPS ലഭിക്കാൻ സർക്കാരാണ് സർട്ടിഫിക്കറ്റ് നൽകിയത്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ ആ കുടുംബത്തിന്റെ ഹർജി കോടതി തള്ളിയിരിക്കുകയാണ്. എന്താണ് കോടതി വ്യക്തമാക്കുന്നത്? ഈ കേസിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷെ വാളയാറിൽ പ്രായപൂർത്തിയാകാത്ത 2 പെൺകുട്ടികളാണ് നേരത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. അവർക്ക് 9ഉം 13ഉം വയസ്സായിരുന്നു പ്രായം. ഈ കേസിലെ ഇത് ബലാത്സംഗത്തിനിടെയാണ് കൊല്ലപ്പെട്ടതെന്നടക്കമുള്ള വാദങ്ങൾ ഉയർന്നിരുന്നു. ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു MJ സോജൻ. ഇദ്ദേഹത്തിന് പിന്നീട് IPS ലഭിക്കുന്നതിനായി സത്യസന്ധതാ സർട്ടിഫിക്കറ്റ് സർക്കാർ നൽകിയിരുന്നു. ഈ സത്യസന്ധതാ സർട്ടിഫിക്കറ്റ് നൽകിയത് ചോദ്യം ചെയ്ത് വാളയാറിലെ പെൺകുട്ടികളുടെ അമ്മയാണ് നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിൽ അന്തിമ ഉത്തരവ് വരുന്നതുവരെ ഇതുമായി മുന്നോട്ട് പോകരുതെന്ന് സർക്കാരിന് നേരത്തെ ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇന്ന് അത് സംബന്ധിച്ച വിധി പറയുമ്പോൾ അത് MJ സോജൻ അന്വേഷണ ഉദ്യോഗസ്ഥന് അനുകൂലമായ രീതിയിലാണ് ഹൈക്കോടതി നിലപാടെടുത്തത്. ജസ്റ്റിസ് CS ടയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഇക്കാര്യത്തിൽ ഉച്ചയ്ക്ക് ശേഷം വിധി പറയുകയും ചെയ്തത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ MJ സോജന് സത്യസന്ധതാ സർട്ടിഫിക്കറ്റ് നൽകിയതിനെതിരെ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തു. മരിച്ച പെൺകുട്ടികളുടെ അമ്മ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.